ശ്രീ രാജു പി നായർ, സംസ്ഥാനത്തിന്റെ വേർഷൻ വിട്ടിട്ട് ഇനി കേന്ദ്രത്തിന്റെ വേർഷൻ തന്നെ എടുക്കൂ. കേന്ദ്ര സർക്കാർ ഇന്നലെ കേന്ദ്ര ധനമന്ത്രാലയം കേരളത്തിൽ നിന്നുള്ള UDF MP കൊടുത്ത ഉത്തരത്തിൽ തന്നെ കിട്ടുന്ന പണം കുറഞ്ഞതിന്റെ കൃത്യമായ വിവരമുണ്ട്. ഈ ധനകാര്യ കമ്മീഷൻ അവാർഡ് ചെയ്യുന്ന നികുതി വിഹിതം അത് എല്ലാ വർഷവും ഏതാണ്ട് എല്ലാ സാമ്പത്തിക വർഷവും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ തുടർന്നു എങ്കിലും ഇപ്പൊ നോക്കൂ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം എടുക്കൂ. അത് 2021-22 സാമ്പത്തിക വർഷം 19,000 ചില്ലറ കോടി, 19,891 കോടി കിട്ടിയത്. ഈ സാമ്പത്തിക വർഷത്തിൽ അത് 3,597 കോടിയായി കുറഞ്ഞു. എത്ര വലിയ വ്യത്യാസം, എത്ര അന്തരം! ആ 2021-22 GST കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു. GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള ഈ പണനഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വർഷം 8,739 കോടി തന്നതാണ്. ഇത്തവണ അത് 0 ആണ്. ഇനി നോക്കുമ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് അത് കഴിഞ്ഞ വർഷം 1,902 കോടി, 2,000 കോടിക്ക് അടുത്ത് കിട്ടിയതാണ്. ഇത്തവണ നില്ലാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് താരതമ്യം ചെയ്താൽ 2021-22 ഒന്ന് താരതമ്യം ചെയ്താൽ കിട്ടിക്കൊണ്ടിരുന്ന വലിയൊരു ഭാഗം ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും വലിയ സാമ്പത്തിക ഞെരുക്കം സർക്കാർ നേരിടും. അതുകൊണ്ടാണല്ലോ പെൻഷൻ അടക്കം മുടങ്ങി ആകപ്പാടെ വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് കുറഞ്ഞു, സർക്കാർ ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ വസ്തുതാപരമായി നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? അതിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിലും ഡെവല്യൂഷൻ ഓഫ് ടാക്സിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. കോൺഗ്രസിന് അതിന് വ്യക്തമായ നിലപാടുണ്ട്. അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സംസ്ഥാനം നമ്മുടെ ബർത്ത് കൺട്രോൾ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും ചിട്ടയായിട്ട് നടത്തിയതിൻ്റെ അതിന് ഒരു സംസ്ഥാനം ആദരിക്കപ്പെടേണ്ടതിന് പകരം അതിനെ ടാക്സ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പോലും അതിന് ഒരു പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ചല്ലോ. ഈ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതെല്ലാം കാലാകാലങ്ങളിൽ ഇന്ന് ഏറ്റെടുക്കുന്ന നയങ്ങളാണ്. അതിന് കോൺഗ്രസിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, 57,400 അഭിലാഷ് പോലും പറയുന്ന ഒരു ഇമാജിനറി ഫിഗറിലേക്ക് നമ്മളുടെ ചർച്ച മുഴുവൻ എത്തിക്കുകയാണ്. എവിടെയാണ് ഈ 57,400 കോടി രൂപ? അതാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഫിസ്ക്കൽ പ്ലാനിങ് നടക്കേണ്ടത് അതൊരിക്കലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫിഗർ വെച്ചല്ല, മറിച്ച് നമ്മളുടേതായ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നമ്മുടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക. സംസ്ഥാന സർക്കാർ എന്താ, ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. കടമെടുപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കിഫ്ബിയെ സംബന്ധിച്ച് കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കയല്ലേ? അന്ന് എന്തായിരുന്നു? ഈ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ പെടാതെ കൊണ്ട് ബഡ്ജറ്ററി പ്രൊവിഷൻസിന് പുറത്ത് ഒരു പുതിയൊരു ആശയം ഇടതു ബദൽ എന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ തോമസ് ഐസക് പറഞ്ഞ എന്താ? എങ്ങനെ വിഭവസമാഹരണം നടത്തും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചിട്ടി പിരിച്ച് കാശുണ്ടാക്കും എന്നാണ് പറഞ്ഞത്, അല്ലേ? ആ ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ ഈ തോമസ് ഐസക്കിന് കഴിഞ്ഞോ? 1 രൂപയെങ്കിലും ലോകം മുഴുവൻ ചുറ്റിയല്ലോ, ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ കൊണ്ടുവന്നോ? പറ്റിയില്ല. എന്നിട്ട് 1.75% കേരളത്തിന് കടമെടുക്കാൻ അല്ലെങ്കിൽ കടം തരാൻ ഏജൻസികൾ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ മസാല ബോണ്ട് കൊടുത്തു 9.7% കടമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ മുഴുവൻ ബാധ്യത, തിരിച്ചടവിന്റെ മുഴുവൻ ബാധ്യത അത് ഖജനാവിലേക്ക് കൊണ്ടുവന്നു. ഖജനാവിലേക്ക് കൊണ്ടുവരേണ്ട മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെയും അതുപോലെ തന്നെ സെസ്സിന്റെയും ഉൾപ്പെടെയുള്ളതെല്ലാം തിരിച്ചടവ് അതിൽ നിന്ന് പോയപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് ബാധ്യതയിൽ വരുമെന്ന് കോൺഗ്രസ് അന്ന് പറഞ്ഞല്ലേ? അന്ന് കോൺഗ്രസിനെ അപഹസിച്ചവർ ഇന്ന് കിടന്ന് കരഞ്ഞാൽ എന്തു ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ എന്നിട്ട് അതിനെ പിന്തുണയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്ര അനുകൂല മനോഭാവമാണ് എന്ന് വരുത്തി തീർക്കാൻ ശരിയാവുമോ? അപ്പൊ കേരളത്തിലെ ധനകാര്യ, ഞാൻ ഒരു മിനിറ്റ് കൂടി പറഞ്ഞു നിർത്താം. പിന്നെ മറ്റൊന്ന്, 25,000 കോടി IGSTയുടെ വിഹിതം ലഭിക്കേണ്ടത് ഈ സർക്കാർ നഷ്ടപ്പെടുത്തി. ഒരു ചർച്ചയിലും ഇവരിതിനെ സംബന്ധിച്ച് പറയുന്നില്ല. നമ്മൾ പറയുന്ന ഇവർ ഇമാജിനറി ഫിഗറായിട്ട് 57,400 എന്ന് പറയുന്ന കടമെടുപ്പ് എടുത്തിരുന്നെങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഇവർ നഷ്ടപ്പെടുത്തിയ തുക നോക്കൂ. 13,000 കോടി കഴിഞ്ഞതിന് മുൻപത്തെ സാമ്പത്തിക വർഷം നികുതി പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തി. 25,000 കോടി IGST വിഹിതം ഇവിടെ റിട്ടേൺ ഫോമുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ അതിൻ്റെ അസസ്സുകളെ ബോധ്യപ്പെടുത്താത്തതിൻ്റെ പേരിൽ GST വകുപ്പ്, നികുതി പിരിവിൻ്റെ വകുപ്പ് കാണിച്ച അനാസ്ഥയുടെ പേരിൽ നഷ്ടപ്പെടുത്തി. 38,000 കോടി രൂപ അങ്ങനെ തന്നെ ലഭിക്കുമായിരുന്നല്ലോ. 38,000 കോടി അങ്ങനെ തന്നെ ലഭിക്കുമായിരുന്നില്ലേ?
ഇനി പൊതുകടം നോക്കൂ, 3.9 ലക്ഷം കോടി രൂപയിൽ പൊതുകടമെത്തി നിൽക്കുകയാണ്. പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാർ വരുമ്പോൾ എത്രയായിരുന്നു? 1.5 ലക്ഷം കോടി രൂപ. അത് 2 ലക്ഷം കോടി രൂപയോളം കടമെടുത്തിട്ടും കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ലെന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു ഈ പൈസ? എവിടെയാണ് ഈ പൈസ പോകുന്നത്? അവിടെയാണ് ധനകാര്യ നിസ്താരങ്ങളെ കുറിച്ച് പറയുന്നത്. അതിനെ ഒളിപ്പിച്ചു വെക്കരുത്. 8 സംസ്ഥാനങ്ങൾ 9 സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ കഴിഞ്ഞിട്ടേ കേരളത്തിൽ വരുള്ളൂ. അഭിലാഷേ, റവന്യൂ RBIയുടെ എന്താ GSDPയുടെ 29% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. അത് അപകടകരമായ രീതിയിൽ 39% മേൽ GSDPയുടെ കടം വന്ന് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന പ്രശ്നം, ഇത്ര ലക്ഷം കോടി രൂപ കടമെടുത്തിട്ട് കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടോ? സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ പണം എവിടെയാണ് പോകുന്നത്? ഇതാണ് ഏറ്റവും പ്രധാന. യാതൊരു പ്രശ്നമാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഡെപ്റ്റ് ടു GSDP റേഷ്യോ 2ാം സ്ഥാനത്താണ് കേരളം. പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും വഷളായി നിൽക്കുന്നത് 39% നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതൊരു പ്രശ്നമാണ്.